ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് ഗുഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് എസ് ഓർ നോയാണ്. നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എസ് ഓർ നോ എന്തായിരിക്കും നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഏഞ്ചൽ കാർഡ്സിനെ വെച്ച് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ് അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കാർഡിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% ആൾക്കാർക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യവും മടുത്തു. നിങ്ങൾ എന്താണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, എല്ലാം ഒരു സൈക്കിൾ പോലെ. എന്താണോ തുടങ്ങിയത് എവിടെ ചെന്ന് അവസാനിക്കും, പിന്നെയും പുതിയതായിട്ട് തുടങ്ങും, പിന്നെയും ചെന്ന് അവസാനിക്കും. ലൈഫിലൊരു കംപ്ലീഷൻ ഇല്ലാത്തൊരവസ്ഥ, മൊത്തത്തിലൊരു മടുത്ത് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ എല്ലാം സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം മടുത്ത് എന്തേലുമൊക്കെ ആവട്ടെ, എനിക്കിതൊക്കെ ഒന്ന് തലേന്ന് ഒഴിഞ്ഞ് പോയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് ഞാൻ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ. എനിക്ക് നെക്സ്റ്റ് എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യാം എന്നറിയില്ല. അങ്ങനെ നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഓരോ ആൾക്കാരുടെ ഒരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിലവിൽ നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ, ഇങ്ങനത്തെ ഒരു പേഴ്സൺസിനെ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ നിലവിലൊരു അവസ്ഥ എന്ന് പറയുന്നത്, നെക്സ്റ്റ് എന്താകണം എന്നറിയാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ട് അത് നമുക്ക് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഏഞ്ചൽ മെസ്സേജ് എടുക്കുകയാണ്. ഓക്കെ, മനസ്സിൽ വിചാരിക്കുക കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് നോക്കാം. ഓക്കെ, കൺസിഡർ. നിങ്ങളുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംതിങ് ആരെങ്കിലും ഒരു മാപ്പ് പറയുകയോ എന്തെങ്കിലും ഒരു ഓഫർ വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഒന്നും കൂടെ ഒന്ന് റീടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഫ്ലിപ്പായി വന്ന കാർഡാണ്. എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് ഫ്ലിപ്പായി താഴെ വരുന്ന കാർഡാണ്. എന്ത് കാര്യമാണോ നിങ്ങൾ വിചാരിക്കുന്നത് അത് നടക്കും എന്നാണ് കാണിക്കുന്നത്. അതുമല്ല, നിങ്ങളായിട്ട് ഇപ്പോൾ നിൽക്കുന്ന എന്ത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുമെന്ന് കാണും. അത് ഒരുപാട് സമയമൊന്നും ആയില്ല, കുറച്ച് സമയത്തിൻ്റെ അകത്ത് തന്നെ അതെല്ലാം ശരിയാവുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പം ഭയങ്കര ഒരു സ്ട്രെസ്സായിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്, വേണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് കറക്റ്റ് ഒരു കൺഫേം ആയിട്ടാണ് എസ് കാണിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണ്, എനിക്ക് അറിയത്തില്ല, താഴെ വരുന്നതാണോ ഞാൻ നേരെ കൊണ്ട് ബെഡിൽ വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഇതുമായിട്ട് നോക്കുക. എന്ത് കാര്യമാണെങ്കിലും അതുമായിട്ട് റെസണേറ്റ് ആക്കി എടുക്കുക. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒന്നും അടിക്കാണ്ടിരിക്കുക. അതാണ് എനിക്കിപ്പോൾ നിലവിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ്, നമുക്ക് സെക്കൻഡ് പൈലാണ്. സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് തേർഡ് പൈൽ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈൽ നോക്കാം. സെക്കൻഡ് പൈലുള്ള ആൾക്കാർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ എന്തോ ഒരു കാര്യം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സംതിങ് ഏതോ ഒരു പേഴ്സണിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല എന്തോ ഒരു കാര്യം ലൈഫിൽ നടക്കാൻ വേണ്ടി നിങ്ങൾ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മേ ബി അതൊരു ജോബായിരിക്കാം, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ തിരിച്ചു വരവായിരിക്കും. സംതിങ് നിങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാനായിരിക്കാം. നിങ്ങളുടെ ഒരു ക്ഷമ അങ്ങ് നശിക്കാറായ ഒരു സ്റ്റേജ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലും നിങ്ങൾ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതെന്താണ് കാര്യം എന്നെനിക്കറിയില്ല. നിങ്ങൾ എന്നോ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് കാര്യമാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ സംതിങ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും പറയില്ല, കാരണം വെയിറ്റിംഗ് പീരീഡാണ് ഞാൻ ഇതിൽ കൂടുതൽ കാണുന്നത്. നിങ്ങളുടെ മനസ്സിലെല്ലാം കാത്തിരിപ്പാണ്, എന്തിനോ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. വളരെയധികം വേദനിച്ച്, കുറച്ച് പേര് മടുത്തു, കുറച്ച് പേർക്ക് നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്നിരുന്നെങ്കിൽ, ഒരു അവസാനം ഇതിന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ്
നിങ്ങൾ ഒരു കാര്യം വിചാരിക്കും. അപ്പോൾ നമുക്ക് നടക്കുമോ ഇല്ലയോ, എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കാർഡ് വന്നിട്ടുണ്ട്. ചിലർക്ക് സൈൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നിങ്ങളിപ്പോൾ കാണുന്നത് ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സൈൻ ലൈക്ക് നമ്പേഴ്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ്, വാട്ടെവർ എന്തെങ്കിലും ഒരു സൈന് ഇത് കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നാണ് കാണുന്നത്. സൈന് കൊണ്ട് കാണും എന്നാണ് കാണുന്നത്. അതും ഒരുപാട് താമസിക്കത്തില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് താമസിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് പറയുന്നത് അബണ്ടൻസ് തന്നെയാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ വിചാരിച്ചത് അത് ഡയറക്റ്റ് യെസ് പറയുന്നില്ല. നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ സൈന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അതിനൊരുപാട് കാലതാമസം വരത്തില്ല. അതുമായിട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പൈ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പൈ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഒരു കാർഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്രസ് കാർഡാണ്. ഓക്കെ, ഈ ഒരു എംപ്രസ് കാർഡ് കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ പേര് അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ത്യാഗം അനുഭവിച്ചു, ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചു. സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും പലരെയും കുറ്റപ്പെടുത്തിയും തള്ളിപ്പറഞ്ഞും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയായിരുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ തോന്നുകയാണ് എനിക്കിതിൽ നിന്നൊക്കെ മാറണം, എനിക്കൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, എനിക്ക് സംഭവങ്ങൾ സ്ട്രെസ്സും അല്ല എൻ്റെ ലൈഫിൽ നിന്ന് റിലീഫ് ചെയ്യണം, എനിക്ക് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു നിലപാട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി ഇതിൽ കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ഞാൻ കാണുന്നുണ്ട് ഒരു കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ ഒരു ഇത് ഞാൻ കാണുന്നുണ്ട്. ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തിയിട്ട് അത് എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു തരം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു പറയുക, റിലേഷൻഷിപ്പിൽ ഒരു ഡൗട്ടൊക്കെ വന്നൊരു ബ്രേക്കപ്പിൻ്റെ എൻഡ് ആയില്ല, എന്നാലും ബ്രേക്കപ്പ് വേണമോ വേണ്ടയോ, ഞാൻ ചെയ്യുന്ന തെറ്റാണോ, ചിലപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും, റിലേഷൻഷിപ്പ് ശരിയാണോ ശരിയല്ലാത്ത റിലേഷൻഷിപ്പാണോ എന്നറിയാതെ ഡൗട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഒരു സെൽഫ് ഡൗട്ടായിട്ടുള്ള ആൾക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യം ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ എന്താണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ്സ് വന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണോ, നിങ്ങളിപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിർത്തണോ, എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അത് ശരിയായിട്ടുള്ളതായിരിക്കും എന്ന് 100% ഷുവറായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഏഞ്ചൽസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് തീരുമാനമുള്ളത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം, നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ത് തന്നെയാണെങ്കിൽ അതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക, അതിൽ സക്സസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക, അത് ഉറപ്പായിട്ട് നടക്കും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.